വ്യാജ ചികിത്സയും ആഭിചാര ക്രിയയും നടത്തുന്നു എന്ന പരാതിയിൽ കാസർഗോഡ് ചെർക്കളയിൽ റെയ്ഡ്. പാടി സ്വദേശി ഉസ്താദ് ഷിഹാബ് വീട്ടിലാണ് റെയ്ഡ് നടക്കുന്നത്. സാരിൻ സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാരിൻ, ഇപ്പോൾ റെയ്ഡ് പൂർണ്ണമായോ? പക്ഷേ റെയ്ഡ് ഇപ്പോൾ പൂർണ്ണമായി. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ 8 മണിയോട് ആഭിചാരം, കൂടൂത്രം, സിഹർ, പരിശുദ്ധമായ ഇസ്ലാമിലെ വൻപാപങ്ങളിൽ രണ്ടാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയ മാരണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി വിമർശിക്കാനൊന്നും വന്നതല്ല, പക്ഷേ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ വിഷയത്തിൽ ഒരു ഗ്രാഹ്യം ഉണ്ടാകാൻ വേണ്ടിയാണ്. ഞാൻ അറിഞ്ഞെടുത്തോളം ആ സാധുവായ മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ അനുജൻ തന്നെയാണ്. അദ്ദേഹത്തിന് മാരണം ചെയ്തു, സിഹർ ചെയ്തു, കൂടൂത്രം ചെയ്തു എന്നതിൻ്റെ പേരിലാണ് പരാതി കൊടുത്തിട്ടാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. മുഖവരി എന്നോളം പറഞ്ഞോട്ടെ, വിശുദ്ധമായ ഖുർആൻ മുഅ്മിനീങ്ങൾക്ക് ശിഫയും റഹ്മത്തുമാണ്, തർക്കമില്ല. വിശുദ്ധമായ ഖുർആൻ കൊണ്ടുള്ള ചികിത്സയുണ്ട്, അതുകൊണ്ട് രോഗശമനമുണ്ട് ദൃഢമായി വിശ്വസിക്കുന്നവർക്ക്. പക്ഷേ വർത്തമാന കാലഘട്ടത്തിൽ സ്ത്രീകളോടാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. കാരണം ഇത്തരം കാര്യങ്ങളിലേക്ക് വേഗം ഓടി അടുക്കുന്നത് സ്ത്രീകളാണ്. വിശുദ്ധമായ ഖുർആൻ തന്നെ നിങ്ങൾക്ക് ചികിത്സയാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്വാത്വികരായ ഏതൊരാൾക്ക് ചെന്നിട്ട് ഇജാസത്തോടു കൂടി ദിക്റോ ഔറാദുകളോ അതുപോലെ തന്നെ വിശുദ്ധമായ ഖുർആൻ്റെ ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് ഏത് ഭാഗമാണോ ഓതേണ്ടത് അത് നിർണ്ണയിച്ചു തരുന്ന നല്ല സ്വാത്വികനായ ആലിമ്യങ്ങളുണ്ട്, അതിലൊന്നും തർക്കമില്ല. പക്ഷേ ഇതിൻ്റെ മറവിൽ നടക്കുന്ന കാണാപ്പുറങ്ങൾ നിങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. അങ്ങനെ അറിയാത്തത് കൊണ്ട് നിങ്ങൾ പോയി വീഴുന്ന കുഴി എന്ന് പറഞ്ഞത് നിങ്ങളുടെ ദുനിയാവ് മാത്രമല്ല നഷ്ടപ്പെടുന്നത്, നിങ്ങളുടെ ആഖിറവും നഷ്ടപ്പെടും. ഞാൻ നിങ്ങളുടെ ഇത് പറയുമ്പോൾ ഞാൻ വളരെ ബോധ്യത്തോടു കൂടി പറയുന്നൊരു വിഷയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വേറൊന്നുമില്ല, ഞാനിത് 3ാമത്തെ ആവർത്തിയായി പറയുന്നത്, ഈ സർപ്പദോഷം എന്ന് പറയുന്ന ഒരു പൈശാചികമായ അവസ്ഥയുണ്ട്. അത് മാറാൻ വേണ്ടി പല ആളുകളും, പ്രത്യേകിച്ച് അത്യാവശ്യം ദീനൊക്കെ പഠിച്ച ഉസ്താദുമാർ എന്ന് സമൂഹം വിളിക്കുന്ന ചില ആളുകൾ സാധാരണക്കാരെ കൊണ്ട് കടുത്ത കുഫ്രിയത്ത് ഷിർക്ക് ചെയ്യിപ്പിച്ച സംഭവം എൻ്റെ മൊബൈൽ അതിൻ്റെ വോയിസ് അടക്കം അത് ചെയ്യുന്ന എന്നോട് വിളിച്ച് ചോദിക്കുന്നത് എങ്ങനെ. പക്ഷെ അങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ ഒരു ഭയം വന്നിട്ട് ഞാൻ ചോദിക്കുകയാണെന്ന് പറഞ്ഞു. ചില ദ്രവ്യങ്ങളൊക്കെ വെച്ച് ചില പൂജകൾ, അതിലൊന്ന് ഏതാണെന്ന് അറിയും, എനിക്ക് കുരുതി എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ഒരു കോഴിയെ അറുത്തിട്ട് അതിൻ്റെ രക്തം വാഴയിലേക്ക് ഇറ്റിച്ച് ആർക്കാണോ സിഹർ മാരണം ബാധിക്കപ്പെട്ടത് അവരുടെ തലയിലൊടിഞ്ഞ് ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം തരത്തിൽ. അള്ളാഹുവിൻ്റെ ദീനുമായി ഇതിനൊക്കെ എന്ത് ബന്ധം? സ്ത്രീകളെ നിങ്ങളോട് പറയുകയാണ്, ഏറ്റവും വലിയ മിറാക്കിളായിട്ടുള്ള ഒരു ആമല് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് കേക്ക്, ദയവായി കൂടി പറയാൻ. നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കാറുണ്ടോ? തഹജ്ജുദിനേക്കാൾ വലിയ മിറാക്കിൾ ഈ ലോകത്തുണ്ടായി അറിയാമത്തിരിക്കുക പരിശുദ്ധമായ ഇസ്ലാമിൽ. അതോ എൻ്റെ ഒരു അനുഭവം പറയട്ടെ. എൻ്റെ 2ാമത്തെ കുട്ടിയെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ഒരു 10-30,000 രൂപ ഉള്ളൂ അന്ന് സ്വർണ്ണത്തിന് വില, ഒരു പവന്. ഞാനന്ന് പ്രസവത്തിൻ്റെ ഡേറ്റിന് തൊട്ട് മുമ്പ് 1-2 ആഴ്ച മുമ്പ് ഈ പൈസ സമാഹരിച്ചു വെച്ചു. പക്ഷേ എന്തെങ്കിലും ഒരു കാരണവശാൽ ഇത് ചിലവായി പോകുമെന്ന് ഭയന്നിട്ട് ഞാൻ എന്നെ ദറസിലേക്കൊക്കെ വിടാൻ കൂടുതൽ പ്രോത്സാഹിപ്പിച്ച എൻ്റെ ഒരു അഭ്യുദയകാംക്ഷിയായ ഒരു ഉസ്താദിനെ ഏൽപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതുപോലൊരു രാത്രിയിലാണ് പൈസ എൻ്റെ കയ്യിൽ കിട്ടുന്നത്, ഇതുപോലെ സന്ധ്യ സമയത്ത്. ഞാൻ പിറ്റേന്ന് രാവിലെ ഒരു 8 മണിയായപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഈ പൈസ ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് കണ്ണ് നിറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞേ, അദ്ദേഹം ഒരാൾക്ക് പൈസ കൊടുക്കാവുന്ന ആ ഡേറ്റിലാണ് ഇട്ടത്. പൈസ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല, അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടില്ല. അദ്ദേഹം തഹജ്ജുദ് നിസ്കരിച്ചിട്ട് റബ്ബിനോട് ദ്വാരക്കായിരുന്നു, റബ്ബെ എവിടെ നിന്നും ഒരു വഴി കാണിച്ചു തരണേ. ഒന്ന് ആലോചിച്ച് നോക്കി. മുമ്പത്തെ ദിവസം ഒരു കാരണമില്ലാതെ എൻ്റെ കൽവിൽ ഓർമ്മ വരികയാണ്, അദ്ദേഹത്തിനെ ഏൽപ്പിച്ചാൽ സമയത്ത് പൈസ കിട്ടുമല്ലോ, എൻ്റെ കയ്യിൽ ചിലവായി പോകില്ല എന്ന്. ഞാനത് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപകാരമായി. പിറ്റേ മാസം അദ്ദേഹത്തിന് ശമ്പളം കിട്ടുമ്പോൾ പൈസ തിരിച്ചു തരികയാണ്. എൻ്റെ ഭാര്യ പ്രസവിച്ച് കുട്ടിക്ക് സ്വർണ്ണം മേടിച്ചിടുകയും ചെയ്തു. എത്ര അത്ഭുതങ്ങൾ. അതുപോലെ തന്നെ ലുഹ, നിങ്ങൾക്ക് കടവും പ്രയാസമുണ്ടോ, നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് 10 പൈസ കുറയില്ല, നിങ്ങൾ ലുഹ നിസ്കരിക്കൂ, വല്ലുഹ സൂറത്ത് പതിവാക്കൂ. ലുഹ നിസ്കാരം സൗഭാഗ്യങ്ങളെ കൊണ്ടുതരുന്ന നിസ്കാരമാണ്. ഇതൊക്കെ വലിയ വലിയ അമലുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച നമ്മുടെ മുമ്പിലുള്ളപ്പം നമ്മളെന്തിനാണ് ഈ പണിക്കൊക്കെ പോകുന്നത്? അഭിമാനം നഷ്ടപ്പെടുത്തുന്ന ഈ പണിക്കൊക്കെ. ഒരാൾ പറഞ്ഞു കൊടുത്താണ്, ഒരു സ്ത്രീ ഇടുക, ഈ മുട്ട ഒഴിയേണ്ടത് രാത്രി കുളിമുറി കയറിയിട്ട് വീഡിയോ കോളിലൂടെ ഒഴിയാൻ പറഞ്ഞു. അയാൾക്കില്ല, അത് കാണണം. ഇതൊക്കെ ചെയ്യാൻ ഇവിടെ തയ്യാറാണെന്ന്. എങ്ങനെ നിങ്ങൾ ഇതിനകത്ത് പെട്ടുപോകുന്നത്? ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഭർത്താവിൻ്റെ ഒരു അവിഹിതമുണ്ട്. നിങ്ങളുടെ പ്രശ്നം എന്താ? നിങ്ങളുടെ അത്യന്തികമായ പ്രശ്നം എന്നുള്ളത് നിങ്ങളുടെ ഭർത്താവിൻ്റെ അവിഹിതം മാറില്ല അല്ലേ? നിങ്ങൾ എൻ്റെ അടുക്ക വരുന്നു, ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ അനുസരിക്കും അല്ലേ? ഞാൻ എന്ത് പറഞ്ഞാലും, ഞാൻ ഈ വേഷം ധരിച്ചുകൊണ്ട് പറയുന്നത് കൊണ്ട് അതെല്ലാം നിങ്ങൾക്ക് വേദവാക്യമാണ്. തുണി ഉരിയാൻ പറഞ്ഞാലും അവിടെ ഒഴിയാൻ പറഞ്ഞാലും ഒക്കെ
നിങ്ങൾക്ക് വേദവാക്യാണ്. ഞാൻ വളരെയധികം ബഹുമാനിച്ചിരുന്നൊരു മനുഷ്യനെ ഞാൻ ചീത്ത വിളിക്കേണ്ടി വന്നത് എന്താണെന്നറിയോ? ഒരു പെണ്ണിന് കുട്ടി ഉണ്ടാകുന്നില്ല, കുട്ടി ഉണ്ടാകാതെ വന്നപ്പം അവർ മുമ്പിൽ ഒന്ന് വർത്താനം പറയുമ്പോൾ കൈ വിടിരിക്കുക തുടയിൽ, ഒരു കൂസലും ഇല്ലാതെ കൈ തുടങ്ങിച്ചിരിക്കുക. എൻ്റെ വിദ്യാർത്ഥിക്കാരോ പറയുന്നത്, അന്ന് ചീത്ത വിളിച്ചിറങ്ങിപ്പോയതാ. അപ്പോൾ ഇതൊക്കെ ഇവിടെ നടക്കുകയാണ്. ഇതൊക്കെ പെണ്ണുങ്ങൾ ഇതിനൊക്കെ ഇരുന്ന് കൊടുക്കുക. നിങ്ങൾക്കതൊന്നൊരു പ്രശ്നമല്ല. നിങ്ങളുടെ ആഖിറം പോവും, മനസ്സിലായ? നിങ്ങളുടെ ദുനിയാവ് പോയി എന്ന് മാത്രമല്ല, ആഖിറവും പോവും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കലാമ് മുറുകെ പിടിച്ചുകൊണ്ട് അത് പറഞ്ഞ അമലുകൾ ചെയ്യും. വാക്യ പതിവാക്ക്, തബാറക പതിവാക്ക്. ഇതെല്ലാം നിങ്ങൾക്ക് സമൃദ്ധി കൊണ്ട് തരും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു അമൽ, ഈ ദിക്റും സ്വലാത്തും ഒക്കെ ചെല്ലുന്നതിന് മുമ്പ് പലിശ ഇടപാടുണ്ടോ ഒക്കെ മാറ്റുക. പലിശയുമായി ബന്ധമുള്ള കാര്യങ്ങളൊക്കെ മാറ്റുക. ഹറാമായ ഭക്ഷണം വയറ്റിലുണ്ടെങ്കിൽ ഒക്കെ പോക്കാനുള്ള വഴി ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾ ഹലാല് ഭക്ഷിച്ചുകൊണ്ട് ഹലാലായ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ട് പിന്നെ നിങ്ങളൊരു തഹജ്ജുദും ദുആയൊക്കെ പതിവാക്കിയാൽ മതി. നിങ്ങൾ പോലും വിചാരിക്കാത്ത രൂപത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ മിറാക്കിൾ സംഭവിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ.